മെയ് 8 വ്യാഴാഴ്ച വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. പുണ്യം നിറഞ്ഞ ഈ വൈശാഖ മാസത്തിലെ ഓരോ ദിനങ്ങളും ഭക്തിപൂർവം ആകാംക്ഷപൂർവമാണ് നമ്മൾ വിഷ്ണു ഭക്തർ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വാഴുന്ന ഈ ഒരു മാസക്കാലം വ്രതങ്ങളുടെയും നാമജപങ്ങളുടെയും ക്ഷേത്ര ദർശനത്തിന്റെയും പുണ്യതയിൽ നമ്മൾ ഓരോരുത്തരും കറ തീർന്ന കളങ്കമറ്റ ഭക്ത മനസ്സുകളായി മാറുകയാണ്. ഈ ഒരു പുണ്യമാസക്കാലം കഴിഞ്ഞു പോകരുതേ എന്ന് പോലും തോന്നിപ്പോവുകയാണ് കേട്ടോ. അത്ര ഭക്തി നിർഭരമാണ് നാം ഓരോരുത്തരുടെയും മനസ്സ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സാക്ഷാൽ മഹാവിഷ്ണു, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. ഭക്തർക്കുമേൽ അത്രയും അനുഗ്രഹം ചൊരിയുന്ന ഈ പുണ്യമാസത്തിലെ ആദ്യ ഏകാദശി മോഹിനി ഏകാദശി. ഓരോ ഏകാദശിയും നമ്മൾ വൈഷ്ണവ ഭക്തർ എത്ര ഭക്തിയോടെയും ആകാംക്ഷയോടെയുമാണ് കാത്തിരിക്കുന്നത് അല്ലെ? പ്രത്യേകിച്ച് പുണ്യങ്ങളിൽ പുണ്യമാസമായി ഈ വൈശാഖ മാസത്തിലെ ഏകാദശി നോറ്റാൽ 7 തലമുറ വരെ അതിന്റെ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. അത്ര ശ്രേഷ്ഠമാണ് ഈ വൈശാഖ ഏകാദശി. ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ, അതായത് നമ്മുടെ ഭവനങ്ങളിൽ പോലും സാന്നിധ്യം അറിയിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഈ ഏകാദശി വ്രതം നോൽക്കാതിരിക്കാൻ നമ്മൾ ഭക്തജനങ്ങൾക്ക് ആർക്കെങ്കിലും ആവുമോ? തീർച്ചയായും മനസ്സിൽ ഈ കാലയളവിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നിവർത്തിച്ചു തരും സാക്ഷാൽ മഹാവിഷ്ണു ഈ ഒരൊറ്റ വൈശാഖ ഏകാദശിയിലൂടെ, ഈ മോഹിനി ഏകാദശിയിലൂടെ. അതും നമ്മുടെ വിഷ്ണു ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട വ്യാഴാഴ്ചയാണ് ഈ പ്രാവശ്യം മോഹിനി ഏകാദശി വരുന്നത് എന്നത് നമുക്ക് ഇരട്ടി ഫലവും സന്തോഷവും നൽകുന്നതാണ്. ഈ വിശിഷ്ടമായ വൈശാഖ ഏകാദശി, മോഹിനി ഏകാദശിയുടെ കൂടുതൽ മാഹാത്മ്യം, വ്രതം എടുക്കേണ്ട വിധം, ഇതെല്ലാം പൂർണ്ണമായും വിശദമാക്കാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. അസുരന്മാരിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ചത് ഇന്നേ ദിവസമാണ്. പാലാഴി മഥനത്തിന് ശേഷം അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് മഹാവിഷ്ണു മോഹിനി അവതാരം ആദ്യമായി സ്വീകരിക്കുന്നത്. പിന്നീട് ഭസ്മാസുരനെ വധിക്കാനും ഭഗവാൻ ഈ രൂപം സ്വീകരിക്കുകയുണ്ടായി. മോഹിനി ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സൂര്യപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. വനവാസകാലത്ത് സീതാവിയോഗത്തിൽ ദുഃഖിച്ചിരുന്ന ശ്രീരാമദേവന് വസിഷ്ഠ മഹർഷി ഉപദേശിച്ചത് മഹനീയമായ ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിരുന്നു അത്രേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരനും മോഹിനി ഏകാദശി നോറ്റിരുന്നു എന്ന് ഐതിഹ്യം പറയുന്നുണ്ട്. പുണ്യം നിറഞ്ഞ ഈ മോഹിനി ഏകാദശി നമ്മുടെ സകല പാപങ്ങളെയും, അതായത് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളെയും, നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളെയും, നമ്മുടെ കണ്ണുനീരിനെയും പൂർണ്ണമായും തുടച്ചു മാറ്റി സന്തോഷവും സമാധാനവും ഭാഗ്യവും സമ്പത്തും ധാരാളമായി കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തി എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മോചിതനാവുകയും വൈകുണ്ഠത്തിൽ സ്ഥാനം നേടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഏകാദശി ദിനത്തിൽ നാം സ്വീകരിക്കുന്ന, അതായത് നമ്മുടെ ചില പ്രവൃത്തികൾ, ആചാരങ്ങൾ എന്നിവ ജീവിതത്തിലുടനീളം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും നിറവേറ്റി ഐശ്വര്യം നിറയ്ക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഏകാദശി വ്രതം ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങളിൽ ആർക്കെങ്കിലും എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനുമായി ഈ പ്രതിവിധി നമുക്ക് ചെയ്യാട്ടോ. ഏകാദശി ദിവസം ദോഷപരിഹാരമായി പാലിൽ അല്പം കുങ്കുമപ്പൂ കലക്കി തണുപ്പിച്ച ശേഷം അതിൽ തുളസിയിലിടുക. ഈ ഒരു സമയം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഏകാദശി ദിവസം നിങ്ങൾ ഒരിക്കലും തുളസി ഇല നുള്ളാൻ പാടില്ല. കാരണം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസി ദേവി നമ്മളോടൊപ്പം ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട്. അതുകൊണ്ട് തലേ ദിവസം, അതായത് ദശമി ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപായിട്ട് ആവശ്യമുള്ള തുളസിയിലകളൊക്കെ നുള്ളിവെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേട്ടോ. അങ്ങനെ കുങ്കുമപ്പൂ കലക്കിയ പാലില് തുളസിയിലയും ഇട്ടതിനു ശേഷം അത് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുകയും, അതായത് നമ്മുടെ പൂജാമുറിയിലോ, നമ്മൾ വിളക്ക് കത്തിക്കുന്നത് പൂജാമുറി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ഒരു ചെറിയ സ്ഥലമാണെങ്കിലും ഉണ്ടാവുമല്ലോ, അവിടെ ഭഗവാന്റെയും ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ ഇത് സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങൾ, അറിയുന്ന കീർത്തനങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലാവുന്നതാണ്. ഈ ഒരു കാര്യം നിശ്ചയമായും നിങ്ങൾ വ്രതം എടുത്താലും ഇല്ലെങ്കിലും ഈ വൈശാഖ ഏകാദശിക്ക് ചെയ്യണേട്ടോ. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഫലം ഉടൻ തന്നെ ഭഗവാൻ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തരും. ഭഗവാനും ദേവിക്കും നിവേദിച്ച ആ പാൽ പ്രസാദമായി നമ്മൾ കഴിക്കുകയും വേണേട്ടോ. അതുപോലെ ചന്ദനം, എള്ള്, പുഷ്പങ്ങൾ, പഴങ്ങൾ എന്നിവ ഭഗവാന് നിവേദ്യമായി നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസിയില അന്നേ ദിവസം സമർപ്പിക്കുന്നത് സുഹൃതകരമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമദേവനെയും ഈ നാളിൽ ഭജിക്കുന്നത് അത്യന്തം ഐശ്വര്യമാണ്. ദശമി, ഏകാദശി, ദ്വാദശി, അതായത് മെയ് 7, 8, 9
എന്നീ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിനം, അതായത് മെയ് 7 ബുധനാഴ്ച ഒരിക്കലെടുത്തുകൊണ്ട്, അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട്. അന്നേ ദിവസം അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ നാവിലും മനസ്സിലും ഭഗവത് നാമങ്ങൾ നിറച്ച ശേഷം പിറ്റേ ദിവസം, അതായത് ഏകാദശി ദിവസം മെയ് 8 വ്യാഴാഴ്ച പൂർണ്ണ ഉപവാസത്തോടെ നമുക്ക് വ്രതം നോൽക്കാവുന്നതാണ്. മറ്റേതൊരു വ്രതങ്ങളിലും പറയുന്നത് പോലെ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാവൂ. അമ്മമാരൊക്കെ, ധാരാളം അമ്മമാർ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും. ഒരിക്കലും മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വ്രതമല്ലേ, ഞാൻ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോയേക്കാമേ, എങ്കിലേ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്നൊന്നും കരുതിയിട്ട് വയ്യാത്ത അമ്മമാർ ആരും തന്നെ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാൻ പാടില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പട്ടിണി കിടന്ന നമ്മുടെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു വ്രതവും എടുക്കാൻ ഒരു ഈശ്വരന്മാരും എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭക്തി, നമ്മളുടെ മനസ്സ്, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ തന്നെ ഭഗവാൻ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ പഴങ്ങളും പാലും ഒക്കെ കഴിക്കാം. അങ്ങനെ വേണം നിങ്ങൾ ഉപവാസം എടുക്കാനായിട്ട് കേട്ടോ. അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും അവതാരമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഐശ്വര്യദായകമാണ്. ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട വഴിപാടുകൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട പാൽ പായസം നിവേദ്യമായി കഴിക്കാം. ഏറ്റവും ഐശ്വര്യമാണത്. അതുപോലെ തന്നെ വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം മുതലായ അർച്ചനകൾ കഴിക്കാം. വിഷ്ണു സഹസ്രനാമവും ശ്രീ സൂക്തവും ചൊല്ലുക അന്നേ ദിവസം. വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കാത്തവർ ഈ ശ്രീരാമ മന്ത്രം ഭക്തിയോടെ 3 തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് തുല്യഫലം ലഭിക്കുന്നതാണ്. ആ വിശിഷ്ടമായ ശ്രീരാമ മന്ത്രം ഇതാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ, ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. അന്നേ ദിവസം ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് അത്യന്തം ഐശ്വര്യദായകമാണ്. വിശിഷ്ടമായ ഈ മോഹിനി ഏകാദശിയിൽ തുളസി പൂജ അതീവ പ്രധാനമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി ദേവി. ദേവിക്ക് മന്ത്രജപത്തോടെ 3 പ്രദക്ഷിണം വെച്ചിട്ട് തൊഴുതാൽ സർവ്വരോഗ ദുരിതങ്ങളും പാപശാന്തിയുമാണ് ഫലം. അതുപോലെ ഈ 3 ദിവസങ്ങളിലും, അതായത് ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ, അതായത് മെയ് 7, 8, 9 ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാന് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. ഭഗവാന്റെ അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അത്രമേൽ നമ്മൾക്ക് ലഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ തുളസി തറയിലും നമ്മൾക്ക് സന്ധ്യയ്ക്ക് ഒരു നെയ് ദീപം തെളിയിച്ചു വെക്കാവുന്നതാണ്. ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസവും ഉറക്കമൊഴിക്കുന്നതും ഏറ്റവും അനുഗ്രഹദായകമാണ്. ആരോഗ്യം അനുവദിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണേട്ടോ. അതുപോലെ ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളി പാടില്ല, പകൽ ഉറക്കവും പാടില്ല. ഏകാദശിയുടെ പിറ്റേന്ന്, അതായത് ദ്വാദശി തിഥിയിൽ മെയ് 9 വെള്ളിയാഴ്ച ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. അങ്ങനെ ഈ വൈശാഖ മാസ പുണ്യതയിൽ മോഹിനി ഏകാദശി വ്രതം നോൽക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു നാം ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.